ഇസ്രായേൽ സൈന്യവും സർക്കാരും രണ്ട് തട്ടിൽ നീങ്ങുന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. പരസ്പരം അടിച്ച് പിരിയുന്നു എന്ന ചില ഹെഡിങ്ങോട് കൂടി പത്രങ്ങൾ ഇതിനെ ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്ന സംഭവങ്ങൾ? അത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് തീരാനുള്ള കാരണം എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2-3 യുദ്ധമാണ് പ്രാധാന്യമായ രീതിയിൽ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വിഭിന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതിലൊന്ന് ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗസയിൽ നിന്ന് 2023 ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണം. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഗവൺമെൻറ്, അതായത് നെതന്യാഹു ഗവൺമെൻറ് അവിടുത്തെ സൈനികരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം സൈനികർക്കാണ് എന്ന് പറഞ്ഞു. ഹമാസിൻ്റെ ആക്രമണത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്തം സൈന്യത്തിനാണ് എന്നും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സൈന്യത്തിന് സാധിക്കുകയില്ല എന്നുള്ളതും കൃത്യമായിരിക്കുന്ന നിർദ്ദേശങ്ങളും ഒളിക്യാമറകൾ അടക്കമുള്ള സംവിധാനങ്ങളും ഈ അതിർത്തി മേഖലയിൽ വിന്യസിച്ചിട്ട് പോലും അതേക്കുറിച്ച് ശ്രദ്ധ ചെലുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഹമാസ് രാജ്യത്തേക്ക് ഇരച്ചു കയറിയത് എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി സൈന്യത്തിന് നേരെ നടത്തിയിരിക്കുന്ന ആദ്യത്തെ പ്രതികരണം. ഇത് ഒരു അടിച്ചേൽപ്പിച്ച യുദ്ധമാണ് കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് സൈനികരുടെ അശ്രദ്ധ മൂലം ഗവൺമെൻറ് നേരിട്ട് കൊണ്ട് യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് സൈന്യത്തിൻ്റെ അശ്രദ്ധ മൂലമാണ് എന്ന് ചുരുക്കം. നെതന്യാഹു ഈ വിഷയത്തിൽ ഈ സൈന്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കൈയൊഴിഞ്ഞു. ഇതോടുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തന്നെ അസ്വാരസ്യങ്ങൾ സൈനികർക്കും അതേപോലെ തന്നെ ഗവൺമെൻറ്റിനും ഇടയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ യുദ്ധ ക്യാബിനറ്റ് അടിയന്തരമായി കൂടി. യുദ്ധ ക്യാബിനറ്റ് കൂടുന്ന സമയത്ത് സർക്കാരിൻ്റെ പ്രതിനിധി, സൈനിക മേധാവികൾ, ബന്ധപ്പെട്ടവർ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിയന്ത്രിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ സംഗമിക്കുന്നതാണ് യുദ്ധ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ആ ക്യാബിനറ്റിൽ ഈ സൈന്യത്തിൻ്റെ അധിപനായിരിക്കുന്ന ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഇയാൽ ഷമീർ വളരെ കൃത്യതയോടുകൂടി ചില നിലപാടുകൾ സർക്കാർ വിരുദ്ധമായിട്ട് തുറന്നു പറഞ്ഞു. ഇസ്രായേൽ സൈന്യം തകർന്നു വീഴുകയാണ്. നിഴൽ പറ്റി ജീവിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമായിട്ട് യഥാർത്ഥത്തിൽ സൈന്യം മാറിയിരിക്കുന്നു. അഥവാ എന്തെങ്കിലും ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് യുദ്ധം ചെയ്തുകൊള്ളണം. അതല്ലാത്ത രീതിയിൽ അതിൻ്റെ വെറും വരായ്വകളും അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സൈന്യം ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ അറിയാതെ ബലിയാടാകുന്ന ഒരു പ്രവൃത്തിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഗവൺമെൻറ് സൈന്യത്തോട് ചെയ്യുന്നത് എന്ന് ചുരുക്കം. സുരക്ഷാ ക്യാബിനറ്റ് മീറ്റിംഗിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് ഇയാൽ ഷമീറിനെ കുറിച്ചുള്ള ചില മാധ്യമ റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതെങ്ങാനും പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒറ്റ സൈനികർ പോലും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിലൊന്നാണ് തീവ്ര ഓർത്തഡോക്സ് സഭക്കാരെ നിർബന്ധമായ രീതിയിൽ സൈനിക പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഓർത്തഡോക്സ് എന്ന് പറയുന്ന ഒരു പൗരാണിക ജൂത വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ സൈനിക സേവനം ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. റബ്ബിമാർ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. റബ്ബിമാരിലൊരു വിഭാഗം എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സൈനിക സേവനം ചെയ്യൂല. രാജ്യത്തിന് ഇപ്പോൾ സൈനികരാണ് ആവശ്യം. ഒരുപാട് സൈനികർക്ക് പരിക്കേറ്റു, ഒരുപാട് പേർ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർ ഈ ജോലി ഉപേക്ഷിക്കപ്പെട്ടു, ചില ആൾക്കാരൊക്കെ ഒളിവിൽ പോയ സ്ഥിതി പോലും യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഈ തീവ്ര ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയുന്നത് അവർ ഏറ്റവും പഴക്കമുള്ള ജൂത വിഭാഗത്തിൻ്റെ ഒരു സെക്ഷനാണ്, അല്ലെ ഒരു വേർഷനാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. അതിൽ അത്യാവശ്യം നന്നായിട്ട് ആളുകളുണ്ട്. 25,000 മുതൽ 1 ലക്ഷമോ അതിൽ കൂടുതലോ എന്നൊക്കെയാണ് പറഞ്ഞത്. അത് നഗരപ്രാന്ത പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ നഗരത്തിലും എത്രയെന്നൊക്കെ പറയുന്നുണ്ട്. അവരെ സൈന്യത്തിലേക്ക് എടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ടെങ്കിലും അവരതിന് തയ്യാറായിട്ടില്ല. ഞങ്ങൾ ജയിൽ വാസം അനുഭവിച്ചാൽ പോലും അത് തയ്യാറായില്ല. മതപരമായ രീതിയിൽ സൈനിക വേഷം ധരിക്കാൻ അവർക്ക് പാടില്ലെന്നും അങ്ങനെ ധരിക്കപ്പെടുന്ന സമയത്ത് ഇതിപ്പോൾ സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലേണ്ടി വരും, അത് ഏറ്റവും വലിയ പാപമാണ്, ആ പാപത്തിൽ തങ്ങൾ കൂട്ടുനിൽക്കില്ല എന്നുള്ളതുമാണ് അവർ പറയുന്നത്. പക്ഷേ രാജ്യം അപകടകരമായിരിക്കുന്ന അവസ്ഥയിലോട്ട് നീങ്ങുന്ന സമയത്ത് ഇവരിപ്പോൾ വേദം പറഞ്ഞ് കുത്തിരിക്കുകയാണോ, ഇങ്ങോട്ട് വരണ്ടേ എന്നാണ് സൈന്യം ചോദിക്കുന്നത്. ഗവൺമെൻറ്റിന് ഇവരോട് സംസാരിക്കാൻ ധൈര്യക്കുറവുണ്ട് എന്നൊരു പരാതിയുണ്ട്. പിന്നെ അതോടെ റിസർവ് നിയമത്തിൻ്റെ ഭേദഗതി വരുത്തണം എന്നുള്ളതാണ്. നിയമ സംവിധാനത്തിന് എങ്ങനെയാണെന്ന് പറയുക, സേവന കാലയളവ് വിപുലീകരിക്കുക, ഘടനാപരമായിരിക്കുന്ന മാറ്റം വേണം എന്നൊക്കെയാണ് പറയുന്നത്. നിയമവ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. സേവന കാലയളവ് ഇപ്പം നിലവിലുള്ള സ്ഥിതി നോക്കുന്ന സമയത്ത് 32 മാസം പുരുഷന്മാർക്കും 24 മാസം സ്ത്രീകൾക്കും എന്നുള്ളതാണ്. ഇതിൽ മാറ്റം വരുത്തുകയും
ദൈർഘ്യമുണ്ടാക്കുകയുമാണ്. സേവന പ്രവർത്തനത്തിന് സൈന്യത്തിലേക്ക് ചേർന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടി കാലം സേവനം ചെയ്യണമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കും. എന്നാൽ പുതിയൊരു തലമുറയെ സംബന്ധിച്ചിടത്തോളം സൈന്യത്തിലേക്ക് പ്രവേശനം കിട്ടുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിലനിൽക്കുന്ന ഈ സൈനികർക്ക് എന്ത് ചെയ്യണം, അധിക സമയം കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും ഈ സൈന്യത്തിൽ പ്രാപ്തരാക്കുന്ന സംവിധാനം കൊണ്ടുവരണം. നിർബന്ധിത സൈനിക സേവനം നടത്തുക എന്നുള്ളത് അത് നിയമമാക്കുകയും എല്ലാ വിഭാഗത്തിനും ഉൾക്കൊള്ളുന്ന രീതിയിലാണ്. അവിടെയാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ വിഭാഗത്തെ ഉൾക്കൊള്ളുന്ന രീതിയിൽ രാജ്യത്തൊരു നിയമം കൊണ്ടുവരണം എന്നും അതിൽ പറയുന്നു. ഗസ, സിറിയ, ലെബനാൻ, വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലും ഒരേ സമയം നമ്മുടെ സൈനികർ യുദ്ധം ചെയ്യേണ്ട പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് മാനസികപരമായിരിക്കുന്ന സമ്മർദ്ദവും വിഷയങ്ങളും ഉണ്ടാകുന്നു. ഈ രാജ്യങ്ങളോടെല്ലാം ഒരേ സമയത്ത് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനപരമായിരിക്കുന്ന കാര്യമായിട്ട് സർക്കാർ കാണുന്നു. എന്നാൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികപരമായിരിക്കുന്ന വലിയ പ്രയാസമാണ്. നഷ്ടപ്പെട്ട സൈനികരുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ സർക്കാർ അന്വേഷിക്കണം എന്നും ആ കൂട്ടത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. 2023 ഹമാസിൻ്റെ ആക്രമണം, അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി സാധിക്കില്ല, നിങ്ങളാണ് ചെയ്തത് എന്ന് ഇയാൽ ഷമീർ ആവർത്തിച്ച് പറഞ്ഞു. ആ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രാവശ്യങ്ങളിൽ ആ കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതോടനുബന്ധിച്ച് ഈ സൈനികരെ കുറ്റപ്പെടുത്തുന്ന വിഷയത്തിൻ്റെ ഒരു വേർഷൻ, അതായത് ഗസയിലെ ആക്രമണം. രണ്ടാമത്തത് പറയുന്നത് ഇറാന് നേരെയുള്ള ആക്രമണം. എന്താ ഇറാന് നേരെയുള്ള ആക്രമണം? ഇറാന് നേരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് യുദ്ധം അവസാനിക്കും. അവർക്ക് കിട്ടിയേക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആത്മീയ നേതാവ് ആയിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി വധിക്കപ്പെടുന്നതോട് കൂടിയിട്ട് ജനകീയപരമായിരിക്കുന്ന പ്രക്ഷോഭം രാജ്യത്തുണ്ടാവുകയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം സർക്കാർ വല്ലാത്തൊരു പ്രതിസന്ധിയാവുകയും ആ പ്രതിസന്ധിക്കിടയിൽ നമ്മൾക്കൊരു വിമതപക്ഷത്തെ സഹായിക്കുന്ന തരത്തിൽ ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി സാധിക്കും, വളരെ എളുപ്പത്തിൽ ഇറാൻ്റെ ഭരണം കൈയാളാൻ വേണ്ടി സാധിക്കും എന്ന് ഇസ്രായേൽ സൈന്യത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ഇസ്രായേൽ വെച്ചാൽ ഈ നെതന്യാഹു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സൈന്യത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതാരാണ് പറഞ്ഞത്? അവരുടെ മൊസാദ് സംഘമാണ്. മൊസാദ് സംഘത്തിൻ്റെ കൃത്യമായിരിക്കുന്ന പഠന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മൊസാദ് സംഘത്തിന് ഇത് വിവരം കിട്ടി, അവിടുത്തെ ചുറ്റുപാടിൽ നിന്ന് അവർ പഠിച്ച് മനസ്സിലാക്കിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മൊസാദ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോട് പറയുന്നു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സൈനികരോട് പറയുന്നു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയുടെ പ്രസിഡന്റിനോട് പറയുന്നു, നമുക്ക് നല്ലൊരു ചാൻസ് വന്നു കിട്ടിയിരിക്കുന്നു, നമ്മൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ, അവരുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സുഖകരമായ രീതിയിൽ ഇറാൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു ബി ടീം അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഒരിക്കൽ പോലും ഇറാൻ ഒരു ഭീഷണി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൻ്റെ സർവാധിപത്യം നമ്മുടെ കൈവശത്തിലേക്ക് വരാനുള്ള ഏറ്റവും സുവർണമായിരിക്കുന്ന അവസരമാണിത് എന്നുകൂടി പറഞ്ഞു. അങ്ങനെ ലഡു കിട്ടിയ രീതിയിലായി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എല്ലാ കാലത്തും അവർക്ക് വലിയ തലവേദനയാണ്, വലിയ പ്രശ്നമാണ്. മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ വളരെ എളുപ്പത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അമേരിക്ക അങ്ങനെ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് നമുക്ക് ഒന്നിച്ച് കൊണ്ട് നീങ്ങാം എന്നുള്ളൊരു കരാർ വ്യവസ്ഥയിലാണ് ഈ 2ാം ഘട്ട യുദ്ധം ഉണ്ടായത്. ആ ഒരു യുദ്ധം ഉണ്ടാകുന്നത് തന്നെ നമുക്കറിയാം, ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ച ആ ദിവസത്തിൻ്റെ 2 ദിവസം മുമ്പാണ് എന്ന് ചുരുക്കം. പിന്നെ അതോടൊപ്പം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് VD വാൻസിനെ അധികാരപ്പെടുത്തുന്നു. VD വാൻസൻ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് സംസാരിച്ചത്. എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് നിങ്ങളാണ് 2 വിഭാഗമായിട്ട് ജനങ്ങളെ തന്നെ വേർതിരിക്കുന്നത്, നിങ്ങളാണ് അമേരിക്കയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, നിങ്ങളാണ് യുദ്ധത്തിലേക്ക് അമേരിക്ക കൊണ്ടുവരുന്നത്, എല്ലാ സർവനാശത്തിൻ്റെയും ആരംഭം കുറിക്കപ്പെട്ടത് നിങ്ങളാണ് എന്ന തരത്തിൽ വളരെ ക്രോശത്തോടു കൂടി തന്നെയാണ് VD വാൻസ് എന്ന അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് സംസാരിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയോടൊക്കെ ഇവർക്ക് അമേരിക്കയുടെ ഭരണാധികാരി വലിയൊരു ബഹുമാനമാണ്. കാരണം വെച്ചാൽ ലോകത്തെ ഒന്നായി വിറപ്പിക്കുന്ന രീതിയിൽ ഈ രാജ്യത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു അടിത്തറ കാര്യങ്ങളൊക്കെ ഉള്ള രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളതും 6 രാജ്യങ്ങളോട് ഒരേ സമയത്ത് യുദ്ധം ചെയ്ത് വിജയിച്ച രാജ്യമാണ്. മാത്രവുമല്ല ഇപ്പോഴത്തെ നിലവിൽ യുദ്ധം നോക്കുന്ന സമയത്ത് പല രാജ്യങ്ങളും ഒരേ സമയത്ത് ആക്രമിക്കുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു അഭിമാനമുണ്ട്. എല്ലാം വീണുപോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പെട്ടുകിടക്കുന്നത് അമേരിക്കയാണ് നടുവൊടിഞ്ഞിരിക്കുന്നത്. അമേരിക്കയാണ് ലോകത്തിൽ അപഹാസ്യരാകുന്നത്, അപമാനിക്കപ്പെടുന്നത്. അതായത് അമേരിക്കയിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട പണം പോലും തിരിച്ച് അറബ് രാജ്യങ്ങൾ ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയത് ഇതിൻ്റെ തുടർച്ചയാണ് എന്ന് ചുരുക്കം.
അപ്പോൾ ഇറ്റാമിർ ബെൻഗിറിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അതിൽ പരാമർശങ്ങളുണ്ട്. അതിൽ പറയുന്ന കാര്യം ഏറ്റവും വലിയ തീവ്ര ജൂത ഭീകര സ്വഭാവമുള്ള വ്യക്തിയാണ് ഈ ഇറ്റാമിർ ബെൻഗിർ എന്ന് പറയുന്നത്, പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത്. അയാൾ എന്ത് ചെയ്യണമെന്നറിയോ? മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. അയാളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് എരുതിയിൽ എണ്ണ വയ്ക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുക. രാജ്യത്ത് സംഘർഷാവസ്ഥയും വിഷയങ്ങൾ ഉണ്ടാവുക എന്നല്ലാതെ അതിനൊരിക്കലും ഈ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒഴിവാക്കണം എന്ന് പറയുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിൽ അവിടുന്ന് വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ക്യാബിനറ്റ് മീറ്റിങ്ങിലാണ് ഈ സംഭവം നടക്കുന്നത്. ക്യാബിനറ്റ് മീറ്റിംഗ് പോലും ധൈര്യസമേതം സുരക്ഷാ സംബന്ധമായ രീതിയിൽ പ്രയാസമില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ വിഷമം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.